ഇവിടെ നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡിയായി. നമുക്കൊന്ന് തീയൊക്കെ ഒന്ന് ഓഫാക്കി ഒന്ന് ഇറക്കി വെക്കാം. ഇവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇവിടെ നല്ല മഴയാട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര രാവിലെ തുടങ്ങിയ മഴ, ഇടിയും കൊല്ലാനും ഒക്കെ ആയിട്ട് ഭയങ്കര മഴ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിന്ന് പെയ്യുന്നത് കൊണ്ട് നമ്മുടെ പരിക്കകത്തോട്ട് വെള്ളം കയറുന്നില്ല കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിക്കകത്ത് എല്ലാം വെള്ളം കയറിയാണ്. ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നതാണ്. നല്ല മഴ ഇപ്പം ഒന്ന് പെയ്ത് മാറിയതേ ഉള്ളൂ. അടുത്തത് ഇപ്പം ഉടനെ കോള് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഒരു ചെറുതായിട്ടൊന്നും തോന്നിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ചോറ് കഴിച്ച് വെറുതെ ഇരിക്കാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ കുട്ടനെ കാണാൻ വേണ്ടിയിട്ടല്ല, കുറച്ച് നമ്മുടെ ബന്ധുക്കളും പിന്നെ അതുപോലെ എൻ്റെ ചേച്ചിയും ചേട്ടൻ്റെ അനിയൻ്റെ മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറേ ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ വാങ്ങിച്ചതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പച്ചമുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതുന്ന ആ പച്ചമുന്തിരി ഒന്ന് അച്ചാറിടാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച്, അപ്പോൾ എന്നാൽ അച്ചാറിടാമെന്ന് വിചാരിച്ചപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ കാര്യം കേട്ടോ. പച്ചമുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ പാത്രമൊക്കെ ഒന്ന് ചൂടാക്കി വരട്ടെ. നല്ലതുപോലെ ചൂടായി വരുമ്പോഴേ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണയ്ക്ക് വരെ ഞാൻ എടുത്തത് വെളിച്ചെണ്ണ കേട്ടോ. കുറച്ച് അധികം എണ്ണ ഞാൻ ഒഴിച്ചു കേട്ടോ. ആ പരന്ന പാത്രമായതുകൊണ്ട് നമുക്ക് അതിൽ എണ്ണ എന്താ വീഴുന്നെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു ചീനിച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ തോരനുണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് കുറച്ചധികം ഉണ്ട്. അത് കോരിയിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകുമ്പോൾ ഒഴിഞ്ഞെടുക്കാമല്ലോ എന്ന് കരുതിയതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ളതേ കട്ടക്കായ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അത് ഒന്ന് ആ എണ്ണയിലിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി അപ്പം നമുക്ക് പൊടിച്ചെടുത്താലേ ഇതുണ്ടോ കായ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. കായ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒന്ന് പൊട്ടി നമ്മുടെ ഇടികല്ലിൽ വെച്ചൊന്ന് പൊടിച്ചെടുക്കാം. എണ്ണയിലിടുമ്പോൾ അത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലേ ചോദിച്ചിട്ടുണ്ട് അച്ചാർ പുറത്ത് കൊടുക്കുമെന്ന് കേട്ടോ. പുറത്തേ ഞങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഗൾഫ് രാജ്യത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കേരളത്തിന് പുറത്തുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അച്ചാർ എവിടെ വേണമെങ്കിലും സ്ഥലം എവിടെ, അപ്പം അല്ലാതെ നമ്മൾ എവിടെ വേണമെങ്കിലും ഇന്ത്യക്ക് പുറത്ത് നമ്മൾ അച്ചാർ കൊണ്ടുപോകുന്നവരുണ്ട്. ഒരുപാട് അച്ചാർ അങ്ങനെ കൊടുത്ത് അയച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരാം. കൂടുതലും പുറത്തുള്ളവരാണ് നമ്മുടെ അച്ചാർ വാങ്ങിച്ചിട്ടുള്ളത്. പുറത്ത് കൊണ്ടുപോകാനും കൊടുത്തയക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കുറേ അച്ചാർ അങ്ങനെ പോയതാണ്. കുറേ നല്ല കൂടുതലും അങ്ങനെയാണ് പോയിട്ടുള്ളത്. ബീഫിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും അതുപോലെ നമ്മുടെ കേര, ചെമ്മീൻ ഒക്കെ അങ്ങനെ ഒരുപാട് അച്ചാർ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാറിടുന്ന സമയത്ത് പറഞ്ഞാൽ നമ്മൾ തരാം. ഉടനെ തന്നെ അച്ചാറില്ല. ഞാൻ ഈ മഴയൊന്ന് മാറിയതിന് ശേഷം പോയി മീനെടുക്കാമെന്ന് വിചാരിച്ചിരിക്കും. ഈ കുട്ടനെ ഓപ്പറേഷനൊക്കെ അടുത്ത ഓപ്പറേഷൻ കഴിയുന്നതിന് മുമ്പ് ഒരു ട്രിപ്പ് ഇടണമെന്നുള്ളൊരു വിചാരമുണ്ട് കേട്ടോ. അപ്പം ഹോസ്പിറ്റലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മുന്നേ ഒന്ന് ഇടണമെന്നൊരു വിചാരത്തിലിരിക്കുക. അപ്പം നമ്മൾ ഈ അച്ചാർ ഇടുന്നത് നമ്മളൊന്ന് മുളക് പൊടി ചേർക്കാത്ത അച്ചാർ കേട്ടോ. പകരം മുളക് പച്ചമുളകുണ്ട്. അപ്പം നല്ല എരിവിനൊക്കെ വേണ്ടിയിട്ട്. അപ്പം വെള്ളയല്ല നമ്മൾ സാധാരണ പറയുന്നത് വെള്ളയ്ക്ക് അച്ചാറിടുന്ന വെള്ളയ്ക്കല്ല മഞ്ഞ അച്ചാർ നമ്മളിടുന്നത് കേട്ടോ. അതൊരു ടേസ്റ്റ്. മുളക് പൊടി ഉപയോഗിക്കേണ്ടെന്ന്
എനിക്കത് ഏറ്റവും ഇഷ്ടമാണ്. അങ്ങനെ മഞ്ഞപ്പൊടി പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള ഇഞ്ചി അങ്ങനെയൊക്കെയുള്ളത് മാത്രം ചേർത്തിടുന്ന അച്ചാറായിട്ടും നല്ലത് കേട്ടോ. മഞ്ഞയ്ക്കിടുന്നതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ മുളകിൻ്റെ അച്ചാർ നാരങ്ങ മാങ്ങയുടെ കാര്യമാണേ പറഞ്ഞേ. നാരങ്ങ മാങ്ങ ഇതുപോലെ നെല്ലിക്കയൊക്കെ ഇടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും. ഞാൻ ഇതൊരു വെള്ള അച്ചാർ ഇതുപോലെ മാങ്ങയല്ല നെല്ലിക്ക അതുപോലെ തന്നെ നാരങ്ങയൊക്കെ വെള്ളയ്ക്ക് ഒരുപാട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്ത് പോയിട്ടുണ്ട് അച്ചാർ കേട്ടോ. അപ്പം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് ആക്കാം. ക്രിക്കറ്റ് ഇവിടെ തണുത്ത് കഴിയുമ്പോഴേ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഇഞ്ചിയിലിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ പച്ച മണമൊന്ന് മാറി നല്ല ഒരുപാടൊന്നും മുരിഞ്ഞ് വരണ്ട കേട്ടോ. ഇത് ഞാൻ വെളുത്തുള്ളിയൊക്കെ വാടി വരട്ടെ. കറിവേപ്പിലയും കൂടി ഇട്ട് കറിവേപ്പിലയും നന്നായിട്ടൊന്ന് അപ്പോഴേ ഞാൻ നമ്മുടെ കായ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പൊടിയാൻ വേണ്ടി ഉള്ളിലോട്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി കൂടുതലാണ് കായം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറച്ചിനി മാറ്റിയിട്ടുണ്ട് ശകല. അപ്പോൾ ഈ എണ്ണയിലൊന്ന് കിടന്ന് അത് വീണ്ടും ഒന്ന് മുരിഞ്ഞ് വന്നാലും പിന്നെ നമ്മൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ ചേർക്കുമ്പോഴേ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർന്നോളുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു വിധം നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു കളറൊന്ന് മാറിയിട്ടുണ്ട്. ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ തീ ഒരുപാട് കുറച്ച് വെച്ചിരിക്കുക. കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. തീയ ഒരുപാടൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് താമസം പറഞ്ഞാൽ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ വിളിച്ചിട്ട് താമസിച്ച് തീയൊക്കെ കുറച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനൊരു 4 പച്ചമുളക് ഇട്ട് കേട്ടോ. ഇച്ചിരി എരിവൊക്കെ ഉള്ളതാണ് കേട്ടോ. നമ്മൾ മറ്റേ ചുവന്ന മുളക് കൂടി ഇടുന്നില്ലല്ലോ. അപ്പം ഒരു ഇച്ചിരി എരിവൊക്കെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടൊരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളകിനകത്തുള്ള വെള്ളം പൊട്ടി നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒരു ചെറുതായിട്ടൊരു കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുക് പരിപ്പും കൂടെ കേട്ടോ അതിന് ഇട്ട് കൊടുക്കാം. കടുക് പരിപ്പൊക്കെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് ഉപ്പ് കൂടിയിട്ട് പാത്രമുള്ള കുറച്ചിരിക്കട്ടെ. അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കട്ടെ. കൂടി ഇട്ട് ചെയ്യുന്ന കണക്ക് അത്രയും ഗ്രേവി കാണത്തില്ല. പിന്നെ നമ്മുടെ മുന്തിരിങ്ങ നമ്മുടെ അച്ചാറിനകത്ത് കിടന്ന് അഴുകി വരുമ്പോൾ നല്ല ഗ്രേവിയാവും. കുറേ ദിവസമൊക്കെ വെച്ചിരുന്ന് വേണം എടുക്കാൻ. നമ്മൾ പെട്ടെന്നൊന്നും എടുക്കരുത്. കുറച്ച് ദിവസമൊക്കെ വെച്ചിരുന്ന് എടുക്കുമ്പോൾ നല്ലൊരു ഗ്രേവിയൊക്കെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ലേശം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കേട്ടോ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ചേർക്കണമെന്നില്ല. പിന്നെ നമ്മൾ ഇരിക്കുന്നതന്നെയോ ഒരാഴ്ചയെങ്കിലും വെച്ചിരുന്ന് ഉപയോഗിക്കേണ്ടുന്ന സാധനമാണ് ഇത്. അപ്പോൾ ഒന്ന്
ആ വിനാഗിരിയുടെയൊക്കെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ചെറിയൊരു പുളി, ഇതിന് നമ്മുടെ മുന്തിരിങ്ങയ്ക്ക് ഒരു ചെറിയൊരു പുളി കുറവുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരിത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ലേശം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കരയില്ല, ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇടാമെന്ന്. അതുകൊണ്ട് പഞ്ചസാര ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഉണ്ടോ, ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടത്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോഴേ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് കുട്ടൻ ആരാന്നുള്ളത്. കുട്ടൻ എൻ്റെ മോനാണ് കേട്ടോ. മോൻ്റെ പേര് സുജിത്ത് എന്നാണ്. മോനും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ ഇടുന്നുണ്ട്. അവരെ ചാനലിൻ്റെ പേര് ലിജി സുജിത്ത് എന്നാണ്. അപ്പോൾ എന്നേക്കാളും കൂടുതൽ അവരെയാണ് എല്ലാവർക്കും അറിയാവുന്നത് കേട്ടോ. എന്നെ അറിയാം, എന്നാലും ശരി തന്നെ എന്നേക്കാൾ ഒരുപാട് ആൾക്കാർ അവരെയാണ് അറിയുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി, ലിജി സുജിത്ത് എന്ന് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ. എൻ്റെ മോൻ്റെ പേര് സുജിത്ത് എന്നാണ്, മരുമകളുടെ പേര് ലിജി എന്നാണ്. അപ്പോൾ അതാണ് അവരുടെ ചാനലിൻ്റെ പേര് ലിജി സുജിത്ത് എന്ന് വന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് കേട്ടോ, പുതിയതായിട്ട് ആൾക്കാർ എൻ്റെ വീഡിയോ കാണുമെന്നുള്ളത്. അപ്പം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ലിജി സുജിത്തിൻ്റെ വീഡിയോയിൽ നോക്കിയാൽ അറിയാം കേട്ടോ. ഞങ്ങളുടെ രീതികളൊക്കെ എവിടെയാണെന്നുള്ളതും ഞങ്ങൾ എന്താണെന്നുള്ളതും ഒക്കെ ഒരുപാട് അറിയാൻ കഴിയും. ഇപ്പം എൻ്റെ വീഡിയോയിൽ അറിയുന്നതിനേക്കായി ഒരുപാട് അറിയാൻ കഴിയും. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ, എല്ലാം റെഡിയായി. പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ലേശം പഞ്ചസാര ഇട്ടുണ്ട്, അതിന് മധുരവും പിന്നെ വിനാഗിരി ഇതിൻ്റെ ഒക്കെ കൂടിയ കായവും ഒക്കെ, ഇതിൻ്റെ കായത്തിൻ്റെ ഒക്കെ മണം നമുക്ക് ഇപ്പം തന്നെ അത് കഴിക്കാൻ തോന്നിയ ഒരു മണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് വേറൊരു സ്പൂൺ എടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. മുരിങ്ങയ്ക്കത് മുന്തിരിങ്ങ കേട്ടോ. ചിലപ്പോൾ ഒരുപാടങ്ങ് വെന്ത് പോയാലേ ഗ്രേവി പോലെ ആയിപ്പോവും. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ഇതിൻ്റെ ചെറിയ ചൂടായാൽ മാത്രം മതിയെന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ നെല്ലിക്ക മാങ്ങാച്ചാറൊക്കെ ഇടുന്ന പോലെ ഞാനത് ഇട്ടതാണ്. എല്ലാം ഒന്ന് സെറ്റായി, എല്ലാം ഒന്ന് മുകളിൽ വരട്ടെ. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡിയായി. നമുക്കൊന്ന് തീയൊക്കെ ഒന്ന് ഓഫാക്കി ഒന്ന് ഇറക്കി വെക്കാം. ഇവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുക കേട്ടോ. അപ്പം പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരാം. മീൻ പിടിക്കുന്ന വീഡിയോ ഒന്നും ഇപ്പോഴും നമുക്ക് ഇടാൻ പറ്റത്തില്ല. ഇടാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ മഴയും ഇടിയും കൊല്ലിയാനും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് പോയി വലയിടാനോ മീൻ പിടിക്കാനോ ഒന്നും ഒക്കുന്നില്ല കേട്ടോ. രാവിലെയൊക്കെ ഭയങ്കര ഇടിയും കൊല്ലിയാനും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്ന് കോരാനിറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ഇടിയായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ കോരാതൊക്കെ ഇനി കയറി പോരുന്നു. ആദ്യം കുറച്ച് മീൻ കിട്ടി, അതുമായിട്ട് ഞങ്ങൾ ഇനി പോരുന്നതാണ് കേട്ടോ. കറിക്ക് മാത്രമുള്ള മീൻ കിട്ടിയായിരുന്നു. അപ്പം വൈകുന്നേരമൊക്കെ ഒരു തോർച്ചയുണ്ട്. പക്ഷെ എന്നാലും മഴ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നതെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. ആ മഴയ്ക്ക് മുന്നേ ഒക്കെ ഒരു കോള് വരുന്നതിന് മുമ്പേ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഉള്ളിലൊരു ഭയമുണ്ട്. അത് മാത്രമല്ല എല്ലാവരും വയ്യാത്തവരെ പെട്ടെന്നൊക്കെ ഓടിയെത്തുമ്പോഴത്തേക്ക് മഴ നനഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷമം കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. വലയിടാൻ പോകുന്നില്ല. കാരണം നമ്മുടെ വള്ളമൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടനിപ്പം കക്ക വരാൻ പോകുന്നില്ല. കുറച്ച് നാളുകൊണ്ട് ഒരു മാസം കൊണ്ട് കക്ക വരാൻ പോകുന്നില്ല. കാലിന് വയ്യാന്ന് പറഞ്ഞാൽ കാലിനൊക്കെ വേദനയും പിന്നെ നടക്കാൻ ആളിന് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. എങ്ങനെയൊക്കെ ജോലിക്ക് പോകും. പിന്നെ നിരന്തരം ഈ ശരീരത്തിൽ ഭാരം കൂടുമെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ കൊണ്ട് ഒരു 10-25 വർഷം കൊണ്ട് ആളും മരുന്ന് കഴിക്കുന്ന ആളാണ്. ഹാർട്ടിൻ്റെ അസുഖത്തിനും
ഒക്കെ സ്ഥിരം മരുന്ന് കഴിക്കുന്നതാണ്. പിന്നെ ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാം മരുന്ന് കഴിക്കും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം മരുന്ന് കഴിക്കുമ്പോൾ ശരീരത്തിന് ഭാരം വെച്ച് വരും. അപ്പോൾ അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വെള്ളമൊക്കെ ഇറങ്ങി കൊണ്ടുപോരാൻ പറഞ്ഞു. അങ്ങനെ വെള്ളമൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പം എന്തായാലും നമ്മുടെ മഴയൊക്കെ മാറിയതിന് ശേഷം നമ്മൾ വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇത് തന്നെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ.